നമസ്കാരം. മൊറോക്കോയിലെ മൂന്നാമത്തെ ദിവസം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2 ദിവസം നമ്മൾ താമസിച്ച നമ്മുടെ ആ മുറിയോട് റൂമിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. എവിടേക്ക്? ബാക്ക് ടു മറാക്കേഷ്. നമ്മൾ ലാൻഡ് ചെയ്ത മറാക്കേഷിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ ഉള്ളത് മറാക്കേഷിലാണ്. സോ നമ്മള് ആ തിരക്കിലേക്ക്, നമ്മൾ ആ ഒരു മുംബൈയിലേക്ക് അല്ലെ, മൊറോക്കോയിലെ മുംബൈയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. സോ ഇവിടെ നിന്നുള്ള യാത്ര നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. ട്രെയിൻ യാത്രയാണ്, 3-3.5 മണിക്കൂർ. വളരെ വിരസതയേറിയ യാത്രയാണ്. അപ്പം ഒരുപാട് കാഴ്ചകളൊക്കെ കാണിക്കാനുണ്ടാവും തരത്തിൽ. എന്തായാലും മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറാക്കേഷിലെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാം. എമി ഇപ്പം ഇവിടുത്തെ ടാക്സി എക്സ്പേർട്ടായി കേട്ടോ. മൊത്തത്തില് പറന്നൊക്കെയാ വരുന്നത്. 4 സൈഡിൽ നിന്നൊക്കെ പറന്ന് വരും. ഗൈസ്, ഇവിടെ മീറ്റർ ഓടുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഒന്നും മീറ്റർ ഇടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഞങ്ങൾ റെയിൻ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സമയത്ത് നിങ്ങൾ മീറ്റർ ഇട്ട് ഓടിക്കാൻ പറയണം കേട്ടോ. പക്ഷെ അല്ലാതെ നമ്മളിപ്പോൾ ലോക്കലിൽ പോയപ്പോൾ എല്ലാം മീറ്റർ ഇട്ടാണ് ഓടിക്കുന്നത് അല്ലേ. അതും 10 തെർമസൊക്കെയാണ് മീറ്റർ ഇടുമ്പോൾ ആവുന്നത്. 20-30 ഒക്കെ വാങ്ങിക്കുന്ന സ്ഥാനത്ത് ഇറ്റ്സ് ഗുഡ്. നമ്മളൊരു 4-5 ദിവസം നിൽക്കുമ്പോൾ കാര്യങ്ങൾ സെറ്റ് ആവും അല്ലേ. എത്രയാണ് ഓരോ ഡിസ്റ്റൻസിലോട്ട് പോകുമ്പോൾ എത്ര രൂപയാണ് നോർമലി വാങ്ങിക്കാൻ സാധ്യത ഉള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അതെ അതെ, നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഓക്കെ ആണ്. ഒരു 1.5 കിലോമീറ്റർ വരെ ഒരു 10 ദിർഹംസ്. ഓക്കെ, 1.5 to 2 കിലോമീറ്റർ, 4 കിലോമീറ്റർ ആകുമ്പോൾ 20 ദിർഹംസ് എന്നുള്ള രീതിയിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ബാർഗൈൻ ചെയ്യുന്നതൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ, ഒന്നൊരു കുഴപ്പമൊന്നുമില്ല. പറയാം, നമ്മുടെ ആണുള്ള എമൗണ്ട് എക്സ്ട്രാ കൊടുക്കാനുള്ളൊരു ഇടവേദത്തായിരിക്കാം. ആദ്യമൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ എന്തായാലും പോകും, കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വരുമ്പോഴത്തേനും പിന്നെ അത് ശീലമായിക്കോളും കേട്ടോ. തിരിച്ച് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ എത്താറായി. പിന്നെ നൈസായിട്ട് ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോട്ടെ. പിന്നെ ഈ ഐബിസ് ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, മിക്കവാറുള്ള ഞാൻ കണ്ടത് വെച്ച് ഇവിടുത്തെ ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെയും തൊട്ടപ്പുറത്ത് ഒരു ഐബിസ് ഹോട്ടൽ ഉണ്ടാവും. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ദൂരം പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഐബിസ് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ്റെ നേരെ പുറത്ത് തന്നെയാണ്. ഇപ്പം നമ്മൾ മറാക്കേഷിലായാലും ഇവിടെ റബാത്തിലായാലും കാസബ്ലാങ്കയിലായാലും എല്ലാം ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തൊരു ഐബിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാരെ റബാത്ത് അഗ്ദൽ. ഗ്യാരെ എന്ന് പറയുന്നത് എന്തുമീ സ്റ്റേഷനാണ്. സ്റ്റേഷൻ പറയുന്ന പേരാണ് ഗ്യാരെ. അപ്പം ഈ റബാത്ത് അഗ്ദൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള അക്കോമഡേഷനുകളിലേക്കായാലും എല്ലാ കാര്യങ്ങളിലേക്കായാലും ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ടാഞ്ചിയർ, ഷെഫ്ഷവാൻ, ഫെസ് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം കാസബ്ലാങ്ക, ഈവൻ കാസബ്ലാങ്കയും നമുക്ക് വിസിറ്റ് ചെയ്യാം. ഇവിടുന്ന് 1 hour ദൂരമേ ഉള്ളൂ. പ്ലാറ്റ്ഫോമിൽ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് പോകാനുള്ളത് മറാക്കേഷാണ്. മറാക്കേഷ് പ്ലാറ്റ്ഫോം 3. ഇതാണ് ഗൈസ് റബാത്തിലെ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ ആ ടൈപ്പ് ഒരു ട്രെയിൻ ആയിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിൻ ആ ടൈപ്പാണ്. സംഭവമൊക്കെ ഹൈ സ്പീഡാണ്, ഒരു രക്ഷയില്ല. 130, 140, 160 km/h സ്പീഡിലൊക്കെയാണ് ആ ട്രെയിൻ പോകുന്നത്. പക്ഷേ ലുക്കില്ലെന്നേ ഉള്ളൂ. അകത്താണ് ഭയങ്കര ചൂടുമായിരുന്നു. പക്ഷെ ഇന്ന് ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല അല്ലേ. അകത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. ഇപ്പോൾ സമയം 10:30 ആവുന്നു. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ട്രെയിൻ വരും. അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ താണ്ടി വന്നിരിക്കുകയാണ്. അവിടെ വന്ദേ ഭാരതിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട് അല്ലേ. നീ വന്ദേ ഭാരത് കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല, വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വന്ദേ ഭാരത് നമ്പർ 22. ആരും അങ്ങനെ ഇടിച്ചു കയറുന്നൊന്നുമില്ല. എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടോ. ആൾക്കാർ ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓ, ഇത് മറ്റേ കൂപ്പേ ടൈപ്പ് അല്ലേ. തിങ്ങി നിറഞ്ഞ ആൾക്കാർ ഒരു കൂപ്പയ്ക്കകത്തിരിക്കുകയാണ്. 4-8 പേരുണ്ട്. സോ അത്യാവശ്യം കൺജസ്റ്റാണ്. അപ്പം നമുക്ക് കാണിക്കാനുള്ള സാഹചര്യമല്ല. പക്ഷെ എപ്പോഴെങ്കിലും ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ, കമ്പാർട്ട്മെന്റ് ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതിച്ചോറ്. അല്ലേ, ഇങ്ങനെ നൈസായിട്ട് ഇവിടെ പൊതിച്ചോറ് വെച്ച് ലെമൺ റൈസ് പൊതിച്ചോറായിട്ട് കെട്ടിയ വല്ല കുഴപ്പമുണ്ടോ? ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് മറ്റേ
എൻ്റെ മമ്മി കെട്ടിത്തരുമായിരുന്നോ പണ്ട്? 3 ദിവസത്തേക്കുള്ള കെട്ടിത്തരുമായിരുന്നോ? 3 ദിവസത്തേക്കല്ല, ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം രാത്രിയിലത്തേക്ക് ലെമൺ റൈസ് കാണും. ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ഡിപ്പെൻസ്, എന്തായാലും തന്നു വിടുമായിരുന്നു. അഴുക്കായെങ്കിൽ എടുക്കത്തില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഇത് പൂരി ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു. 3 ദിവസത്തേക്കോ? അല്ല, നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ കഴിക്കാൻ. അതൊരു ഫീലിംഗ് അല്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട് നിലമ്പൂരാണ്, മലപ്പുറം. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് നിലമ്പൂർക്ക് പോകുന്ന ട്രെയിനിലേക്ക് ചെങ്ങന്നൂർ ചെന്നിട്ട് അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ചോറ് കെട്ടിപ്പോകുന്നൊരു ഓർമ്മയുണ്ട്. പിന്നെ ഷൊർണൂർ ചെന്നിരുന്ന ആ സ്റ്റേഷനിൽ പോയിരുന്ന് കഴിക്കുന്ന ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മുടെ റെയിൽവേക്ക് ഒരു പ്രത്യേക എന്താ പറയുക, നൊസ്റ്റാൾജി എത്ര യാത്ര ചെയ്താലും മടുക്കാത്തൊരു യാത്രാ സമ്പ്രദായമാണല്ലോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അമ്മച്ചി ഇതുപോലെ ചോറ് കെട്ടിത്തരുമായിരുന്നു. നല്ല ഇതേപോലെ ചോറ് ഇതൊക്കെയാന്ന് പറയാം. ചോറ്, ചമ്മന്തി, പയറ്, മെഴുക്കുരട്ടി, പിന്നെ അതിൻ്റെ കൂടെ ബീഫ്, മോസ്റ്റ്ലി ബീഫായിരിക്കും, ഫ്രൈ അല്ല ചിക്കൻ ഫ്രൈ. തുപ്പലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇവിടെ അടുത്ത് മൊറോക്കൻ റെയിൽവേ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് 10-12 മണിക്കൂറുള്ള യാത്രകൾ വരെ ഉണ്ട്. ട്രെയിൻ ജേണി, സ്ലീപ്പർ ട്രെയിൻ അവൈലബിൾ ആണ്, പല ടൈപ്പ് ഓഫ് ട്രെയിൻസ് അവൈലബിൾ ആണ്, കൂപ്പേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെ നീണ്ട ഒരു 3-3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മരാക്കേഷ് എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. അതെ, അമ്മി അത്യാവശ്യം നല്ലതായിട്ട് കിടന്നുറങ്ങി. പെട്ടെന്ന് എത്തി കേട്ടോ. ചൂടുമില്ലായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലാതെ ഒരു ക്യാബിൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് വരാൻ പറ്റി. നല്ലതായിട്ട് ആസ്വദിച്ചു കേട്ടോ ട്രെയിൻ ജേണി. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നിങ്ങളിവിടെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവിടെ വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ല കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങളിവിടെ, പ്രത്യേകിച്ച് നമ്മൾ UK മലയാളികൾക്ക് ഐ ബിലീവ് നമുക്കതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ട്രെയിനൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഇവിടെ എൻഡ് ടു എൻഡ് ട്രെയിൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. മുമ്പേ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത് വിശദമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ക്യാബിൻ ഇപ്പോൾ empty ആയി. നമ്മൾ മറാക്കേഷ് സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ട്രെയിനാണ്. ഈ കാറ്റഗറി മാത്രമേ ഇങ്ങനത്തെ കൂപ്പേ സെറ്റപ്പ് ഉള്ളൂ കേട്ടോ. ഇവിടെ 4 സീറ്റ്, ഇവിടെ 4 സീറ്റ്, പിന്നെ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ 4 വെച്ചിട്ട്, പിന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അവിടെ 3 എന്നുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് മറാക്കേഷ് സ്റ്റേഷൻ എത്തി ഇറങ്ങാം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷൊർണൂരൊക്കെ എത്തുന്ന ഒരു ഫീൽ ഉണ്ട്. യെസ്, ഈ ട്രിപ്പിലെ ഈ സീരീസിൽ ലാസ്റ്റ് ട്രെയിൻ ജേണിയാണ്. പക്ഷേ ഇതിലും വലിയ ജേണികൾ വരുന്നുണ്ട് അല്ലേ? സ്റ്റേ ട്യൂൺഡ്. ഇവിടുത്തെ റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്ക് വളരെ പരിചയമുള്ള നമ്പറാണ്. സോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 2255. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇവിടെ രാവിലെ ഭയങ്കര ക്ലൗഡിയും ഉച്ച കഴിയുമ്പോഴത്തേനും പിന്നെ ചൂട് തുടങ്ങും. ഇനി അടുത്ത് വന്ന് പറ. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് പറഞ്ഞായിരുന്നു മറാക്കേഷിൽ കമ്പാരിറ്റീവ്ലി ഇച്ചിരി ചൂട് കൂടുതലാണ്. അതെ, മറാക്കേഷിൽ കമ്പാരിറ്റീവ്ലി ഇച്ചിരി ചൂട് കൂടുതലാണെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്ന് പോയി കണ്ടേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ റിയാദ് കർമണ്ട, റിയാദ് وادين دلول. That's too much. Why are you asking for tourists? 70. എനിക്ക് തോന്നുന്നു അതെ മദീനയുടെ അകത്തല്ലേടി. ഇവർക്ക് വരാൻ അതായിരിക്കും ഒരു മടി. 50 ദിർഹംസിന് ഓക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ? കൊല്ലുന്ന വിലയാണ് കഴിച്ചത്. നമ്മളങ്ങോട്ട് ഇറങ്ങി 150 ദിർഹംസൊക്കെയാണ് പറയുന്നത്. 50-30 ഒക്കെ കൊടുക്കേണ്ട സ്ഥാനത്ത്. സോ നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അടുത്ത് ചെറിയ സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നമുക്ക് ഈ റോഡിൽ പോകുന്ന ടാക്സികൾ കിട്ടും. സോ അത് നമുക്ക് എടുക്കാം. ഓക്കെ, സീബ്ര ക്രോസിംഗ് ഒക്കെ വെറും കോമഡിയാണ് കൈസ്. ഒരു മനുഷ്യൻ പോലും നിർത്തുന്നില്ല. അങ്ങനെ
വെറും കോമഡിയാണ് സീബ്ര ക്രോസിംഗ് ഒക്കെ. നമ്മൾ ഈ പറഞ്ഞ ഇടിച്ചിടിച്ച് കയറി നമ്മൾ വണ്ടി ക്രോസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ തിരക്ക് പിടിച്ച സ്ഥലം. No problem. Somewhere here, center, no problem. We walking. How much? 100. I understand. You can leave outside. Oh, 50. 50? No, 50. 50. 50. 50. 50 boss. 50 boss. Carry on. $50 നമ്മൾ സംഭവം റെഡിയാക്കിയിരിക്കുകയാണ്. ആക്ച്വലി വേറൊരു ചേട്ടൻ നമ്മളോട് 50 പറഞ്ഞായിരുന്നേ. പക്ഷെ പുള്ളി പറഞ്ഞത് നമ്മളെ അതിന് കുറേ പുറത്ത് കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോരാമെന്ന് പറഞ്ഞത്. ആക്ച്വലി ആ ഡീലും നല്ലതായിരുന്നു. പക്ഷേ ഈ പുള്ളി കുറച്ചുകൂടെ നിയറായിട്ട് നമ്മളെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹാപ്പി 70 പറഞ്ഞു, നമ്മൾ 50 അവസാനിപ്പിച്ചു. സോ 2 മിനിറ്റ് നടത്തത്തിന് 20 dirhamsന്റെ വിലയുണ്ടല്ലോ. ഇത് ഒരുമാതിരി മറ്റേ എന്തോ മ്യൂസിയം പോലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. സംഭവം ഗംഭീരമാണ് ഇവിടുത്തെ സ്റ്റേഷൻ കേട്ടോ, ഒരു രക്ഷയില്ല. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം എയർപോർട്ട് പോലെ ആക്കി വെച്ചേക്കും അല്ലേ നീ? മെയിൻ ട്രെയിൻ സ്റ്റേഷൻ സെറ്റപ്പ് ആക്കി വെച്ചേക്ക. റോഡൊക്കെ കണ്ടില്ലേ? യോ ഐ മിസ് മൈ ദുബായ്, ഷാർജ. ഓ വാവ്. നമ്മുടെ ഇവിടെ പള്ളികളൊക്കെ നമ്മൾ ഈ രീതിയിലല്ലേ പ്രതീക്ഷിക്കുന്ന കേസ്. ഇവിടുത്തെ പള്ളികളൊന്നും ഇങ്ങനെ അല്ല കേട്ടോ. ഇവിടെ പള്ളികൾ സ്ക്വയർ പോലെ വന്നിട്ട് സൈഡിലൊരു സ്തൂപം ഇങ്ങനെ മേലോട്ട് വരിക. മേ ബി കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഒരു ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പൊ ഇനി നമ്മൾ മരാക്കേഷിലേക്ക് ഇറങ്ങാൻ പോവല്ലേ നീ? ടൂറിസ്റ്റ്, അതായത് മൊറോക്കോയുടെ മുംബൈ എന്ന് ഞാൻ ഇതിന് പേരിട്ട് കഴിഞ്ഞു. ഷെഫ് ഷോന് നമ്മളൊരു പേരിട്ടായിരുന്നു, മൊറോക്കോയുടെ ഊട്ടി അല്ലേ? അത് മൂന്നാർ വേണോ? അതെ, അതായത് നമ്മളോട് സംസാരിക്കാൻ വന്നപ്പം അത് പറ്റത്തില്ല. അവന് വേറെ ഏജന്റ് ഉണ്ട്, ഏജന്റിന് സംസാരിക്കാം നമ്മുടെ അടുത്ത്. ഇതെല്ലാം കമ്മീഷന്റെ കളികൾ അതിനകത്ത്. ടൂറിസ്റ്റുകളെ എങ്ങനെ പിഴിയാമെന്ന് നോക്കി നടക്കുക. നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ 50 ഒക്കെ കൊടുത്തങ്ങ് ഒഴിവാക്കും. കാരണം 150 ചോദിച്ച സ്ഥാനത്താണ് നമ്മളിപ്പോൾ 50ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സോ ട്രെയിൻ സ്റ്റേഷന്റെ തൊട്ട് പുറത്തോട്ട് ഇറങ്ങുക, വരുന്ന ടാക്സികൾക്ക് കൈ കാണിക്കുക, ഒരു ഡീൽ ഉറപ്പിക്കുക. സ്റ്റേഷനിൽ നിന്നൊന്നും അവർ അത്യാവശ്യം കളി പഠിച്ചവരാ, അവരെ അത്ര പെട്ടെന്നൊന്നും വീഴുന്ന ടൈപ്പുകളല്ല. സോ അതുകൊണ്ട് അവർക്കറിയാം ഒരാൾ ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കടിയിൽ എടുക്കാനും പറ്റത്തില്ല. കാരണം അവർ തമ്മിൽ പിണങ്ങത്തില്ലേ. നമ്മുടെ കോൺഫിഡൻസ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് റബാത്തിലും കസബ്ലാങ്കയിലെല്ലാം ടാക്സി പിടിച്ച് കറങ്ങിയത് കൊണ്ട് നമുക്കറിയാം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വഴി കൂടെ ടാക്സി വരും. അതെ, നമ്മളിവിടെ മറാക്കേഷിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ലോക്കൽസിനേക്കാളും കൂടുതൽ ശരിക്കും ഇപ്പം ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ റബാത്ത് സൈഡിലോട്ട് പോയ സമയത്ത് വളരെ കുറവായിരുന്നു. നമ്മൾ കാസബ്ലാങ്കയിലാണെങ്കിൽ പോലും നമ്മൾ മെദീനയിലൊക്കെ പോയ സമയത്തല്ലേ ഭയങ്കര ഓക്കേർഡ് ഫീൽ ചെയ്ത്. കാരണം കുറവെന്നല്ല, ആരുമില്ല. ഓഫ് സീസണിന്റെ അല്ല, ജൂണൊക്കെ എന്ന് പറയുമ്പോൾ സീസൺ ആയി കഴിഞ്ഞല്ലോ. ഇവിടെ ഇതാണ് ഓഫ് സീസൺ. മനുഷ്യരാണ് കൈസ് ഫുള്ള് ആളുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. ഇന്ന തിരക്കിൻ്റെ ഇടയിൽ കൂടെ സ്കൂട്ടർ ഓടിക്കാൻ ഇഷ്ടമാണ്. ഇവിടെ എനിക്കൊന്ന് സ്കൂട്ടർ റെന്റ് ചെയ്യുന്ന പരിപാടികളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കൈസ് ഒരു കുതിരവണ്ടി നമുക്ക് വട്ടം വെച്ചിരിക്കുകയാണ് കൈസ്. ഓ കുതിരവണ്ടി, ഇതിനൊക്കെ കറക്റ്റ് റേറ്റ് ആയിരിക്കും പറയുന്നത് കേട്ടോ. ഓക്കെ ബോസ്, അപ്പം നമ്മുടെ ചേട്ടൻ നമ്മളെ ഇവിടെ ഇപ്പുറത്ത് കൊണ്ട് ഇറക്കി. ഇവിടെ അങ്ങോട്ട് നടക്കാനേ ഉള്ളതെന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഡസ് ഇറ്റ് വർക്ക്. ഓക്കെ, സാധനങ്ങളൊക്കെ പറക്കാം. ഗിമി 30. നമ്മളിങ്ങനെ വന്ന വഴിക്ക് എമ്മിയുടെ കയ്യിലിരുന്ന ബാഗെല്ലാം കൂടെ താഴെ വീണു. വെള്ളവും ചിപ്സൊക്കെ താഴെ പോയി. ഒരു പയ്യനെ പെട്ടെന്ന് വന്ന് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. എൻ്റെ പയ്യനെ ഇവിടെ നിൽക്കുന്നത്. അവൻ എന്നിട്ട് നമ്മുടെ റിയാഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. India. You chef? Yes. What do you make? Chicken. Huh? Puri, Very good. Yeah, I go chicken. Yes. You know go school? School. Just finish the school. Finish school time. Yes. Okay. ഇവൻ ഷെഫാന്നാ പറയുന്നത് കേട്ടോ. എന്നാലും ഗൈസ് നമ്മുടെ ചേട്ടൻ വിട്ടെടുത്തു. ഇങ്ങോട്ട് ഏകദേശം ഒരു 700 മീറ്റർ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ നടന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അങ്ങനെയുണ്ട് സെറ്റപ്പ്. നോക്കട്ടെ ഏതാണ് മോനെ റിയാഡ്? ഇതാണോ? Yes. Give me
Ice cream. Huh. Wait, give me ice cream. Ice cream? Ice cream. You want money? Yes. How much you need? 20. 20 is too much. Huh? What? Let me check. Let me check how much I have. Okay. Bye. Thank you. Chef cuisine. Okay. ചെറുക്കനെ അപ്രോച്ച് ചെയ്തപ്പോഴേ നമുക്കറിയാമായിരുന്നു ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നല്ലൊരു പയ്യൻ, സ്നേഹമുള്ള പയ്യൻ. അവൻ ഫോൺ തട്ടിപ്പിടിച്ചിട്ടൊന്നും ഓടിയില്ലല്ലോ അല്ലേ? ഹലോ, ഹായ്. താങ്ക് യു. അങ്ങനെ നമ്മൾ റിയാഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് തനി റിയാഡാണ്. അഫ്സ ചെയ്യും. So is this basically your house or you work here? No, I just work here. You just work. For 2 days, right? Yes, please. So I give you a paper. You can sit there. I will give you a paper to write. Yeah. Guys, അപ്പം നമ്മൾ ഇവിടെ വന്നിറങ്ങി. നമ്മൾ 150 ദിറംസ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ എന്തായാലും ഒരു 50 ദിറംസിന് നമ്മൾ ഡീൽ ഉറപ്പിച്ചു. നമ്മളിവിടെ എത്തിയപ്പോൾ ചേട്ടനോട് എനിക്ക് സ്നേഹം തോന്നി. ഞാൻ ചേട്ടന് 70 ദിറംസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ വന്ന് 700 മീറ്ററോളം. അത് മെദീനയുടെ അകത്തോടെ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടായിരുന്നു, ശരിയാ. പക്ഷേ ആ ചേട്ടൻ നമുക്ക് ഇപ്പുറത്തൂടെ നമ്മളെ ഇവിടെ കൊണ്ട് വിടായിരുന്നു ശരിക്കും പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആ മദീനയൊക്കെ കണ്ട് നമ്മളിങ്ങനെ അതിനകത്തോടെ ഇങ്ങനെ കയറി വന്നു നമ്മളിപ്പോൾ ഇവിടെ റിയാഡിലെത്തി. എത്താറായപ്പം ഗൂഗിൾ മാപ്പ് ഒരു 50 മീറ്ററോടെ ചെന്നാൽ ഈ റിയാഡ് 50 മീറ്ററോടെ കഴിഞ്ഞ് ഈ റിയാഡായിരുന്നു. അപ്പോൾ ഒരു ചെറുക്കൻ വന്നിട്ട് ഇവളുടെ കയ്യിലിരുന്ന ആ സാധനമൊക്കെ വീണപ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. പുള്ളി വന്ന് സന്തോഷമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഷെഫാന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളിക്ക് ഇവിടെ ഒരു അടുത്തൊരു ഷോപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ നേരത്ത് പറഞ്ഞു ഐസ്ക്രീം വാങ്ങിക്കാൻ എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. പിള്ളേരൊക്കെ മിടുക്കന്മാരായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം എങ്ങനെ പോലും ഇവനെ ആവനുണ്ടല്ലോ കേട്ടോടി, ഇവനൊക്കെ എവിടെ കൊണ്ടിട്ടാലും ഈ നടുക്കട കൊണ്ടിട്ടാലും അവനൊക്കെ ജീവിച്ച് പോയിക്കോളൂ. അപ്പം അങ്ങനെയൊക്കെ പിള്ളേരെ കാണുന്നത് എനിക്ക് സന്തോഷം. അപ്പം ഐസ്ക്രീമിന് വേണ്ടി ഒരു 10 ദിറംസ് എത്ര രൂപയുണ്ട്? ഇത്രയ്ക്ക് രൂപയല്ലോ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ താങ്ക് യു. അപ്പം നമ്മൾ നമ്മുടെ റിയാഡിൻ്റെ റൂമിനുള്ളിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ ദിവസത്തിനേക്കാളും അതുപോലൊക്കെ ഇരിക്കുന്നല്ലേ, ഇച്ചിരി വൃത്തി ഉണ്ടായിരുന്നു. ഇത് തനി റിയാഡ്. ഇതാണ് കൈസ് തനി റിയാഡ്. കിളിവാതിലൊക്കെ ഉണ്ട്. ഇവിടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുമെന്തോ, എയർ കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ റിയാഡ് റൂം ടൂറാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യ നോട്ടത്തിൽ തന്നെ വളരെ മോശം. എങ്ങനെ ഡെമി? ഇഷ്ടപ്പെട്ടില്ല, പോരാ. വൃത്തിക്കുറവ് നല്ലപോലെ ഉണ്ട്, മെയിൻ്റനൻസ് കുറവുണ്ട്. പിന്നെ റിയാഡിൽ നിന്ന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇവിടെ ലൈറ്റ് ഉണ്ടോ? നൈസ്. നമ്മൾ വീടെന്നുള്ളതാണ്. യെസ്, നമ്മുടെ ടോയ്ലറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കൊമ്മോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേസ് കുളിമുറി. പണ്ടത്തെ ഇവിടുത്തെ യുവരാജാവായിരുന്ന ശശി മേസ്ത്രി കുളിച്ചിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ കണ്ടിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ലെറ്റ്സ് സീ ഗൈസ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് മാറാം. നാളെ നമുക്ക് മാറാനുള്ള ഓപ്ഷനുണ്ട്. സോ നമ്മുടെ ലൈഫ് നമ്മൾ കഠോരം ഈ അണ്ടകടാഹം ആക്കുന്നില്ല. കാരണം AC ഒക്കെ കണ്ടാലേ അറിയാം വളരെ കഷ്ടപ്പെട്ടായിരിക്കും പ്രവർത്തിക്കുന്നതെന്നുള്ളത്. അങ്ങനെ അപ്പം അങ്ങനെ ഗൈസ്. അപ്പം ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിന്ന് മദീനയിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ ഒരു ഗംഭീര മദീനയുണ്ടെന്ന് പറഞ്ഞാൽ ഉത്സവം നടക്കുന്ന മദീനയുണ്ട്. രാത്രിയിലൊക്കെ മനുഷ്യർ ഉറങ്ങാത്ത തെരുവെന്നാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ. സോ അതിലേക്ക് നമുക്ക് പോവാം. Yuki to the world.